നമസ്കാരം. കേരളത്തിൽ സ്വർണം ഇന്ന് വില കുറഞ്ഞിരിക്കുകയാണ്. ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ആഭരണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞതും ഇന്ത്യൻ രൂപ മൂല്യം നേരിയ തോതിൽ ഉയർന്നതുമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയാൻ കാരണം. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് താഴുമെന്ന പ്രചാരണം സ്വർണ്ണവില കൂടുമെന്ന സൂചന നൽകുന്നുണ്ട്. അടുത്ത മാസം 10-നാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തീരുമാനിക്കുക. വലിയ തോതിൽ പലിശ കുറച്ചാൽ സ്വർണ്ണവില കുതിക്കും. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഡിജിറ്റൽ മാർഗത്തിൽ സ്വർണ്ണ ഇടപാട് നടക്കുന്നതും വില കൂട്ടാനുള്ള കാരണങ്ങളാണ്. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 65 രൂപയാണ് കുറഞ്ഞത്. 11,470 രൂപയാണ് ഇന്നത്തെ 1 ഗ്രാം സ്വർണത്തിന്റെ വില എങ്കിൽ 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,435 രൂപയായി. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 7,350 രൂപയായി. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 4,740 രൂപയായി. വെള്ളിയുടെ ഗ്രാം വില 163 രൂപയാണ്. 22 കാരറ്റ് സ്വർണം 1 പവന് 91,760 രൂപയാണ് ഇന്ന് നൽകേണ്ടി വരിക. 18 കാരറ്റ് പവന് 75,480 രൂപയായി കുറഞ്ഞു. 14 കാരറ്റ് പവന് 58,800 രൂപയായി. 9 കാരറ്റ് പവന് 37,920 രൂപ നൽകണം. ഇവയെല്ലാം സ്വർണത്തിന്റെ മാത്രം വിലയാണ്. ഈ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ പറ്റില്ല എന്നത് മാത്രമല്ല, ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ്, കൂടാതെ ആഭരണത്തിൽ കല്ല് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില എന്നിവയെല്ലാം അധികമായി ചിലവ് വരും. ഡോളർ സൂചിക അല്പം താഴ്ന്നതാണ് ഇന്ന് ഇന്ത്യൻ രൂപ നേരിയ തോതിൽ കയറാൻ കാരണം. ഇതാണ് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവിന് ഇടയാക്കിയത്. 100.19 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഇപ്പോൾ ഉള്ളത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 89.18 എന്ന നിരക്കിലേക്ക് എത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച 89.60 വരെ വീണിരുന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,050 കുറഞ്ഞു. ഇന്ന് സ്വർണം വാങ്ങുന്നവർ എന്താണ് ആവശ്യമെന്ന് ആദ്യം തീരുമാനിക്കണം. ഭാവിയിൽ ആസ്തിയായി സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ആഭരണം വാങ്ങാതിരിക്കലാണ് നല്ലത്. ആഭരണം വാങ്ങുമ്പോൾ 1 പവന് ഏറ്റവും ചുരുങ്ങിയത് 8,000 രൂപയോളം അധികം ചെലവ് വരും. അടിയന്തര സാഹചര്യത്തിൽ ഇവ വിൽക്കേണ്ടി വന്നാൽ വാങ്ങുമ്പോൾ ചെലവാക്കിയ മൂല്യം കിട്ടുകയില്ല. നിക്ഷേപമായി കരുതുന്നവർക്ക് കോയിൻ അല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട് എന്നിവ വാങ്ങുന്നതാണ് നല്ലത്. ഗോൾഡ് അതോടൊപ്പം തന്നെ ETF ഇടപാടും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ETF ഇടപാട് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കണം. ആഭരണം വാങ്ങുന്ന വ്യക്തി അത് പണിക്കൂലി കുറയ്ക്കാൻ ജ്വല്ലറി ഉടമകളുമായി സംസാരിക്കുന്നത് ഉചിതമാകും. മാത്രമല്ല, ഉടൻ ആവശ്യമില്ലെങ്കിൽ ആഭരണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാകും നല്ലത്. ഭാവിയിൽ വില കുറഞ്ഞാൽ ആ വിലയ്ക്ക് വാങ്ങാൻ അത് സഹായിക്കും. 22 കാരറ്റ് സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് ബാങ്ക് വായ്പയ്ക്കും ഈ സ്വർണം ഉപയോഗിക്കാം. മറ്റാഭരണങ്ങൾ ബാങ്കുകൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.